വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും കൂടി ഈ പറയുന്ന ഞങ്ങളിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കുറെ നാളുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നാണം കെട്ട ചർച്ച. അപ്പോൾ അതിന്റെ പേരിൽ ഡോക്യുമെന്ററി ഇറക്കുന്നു, വീഡിയോ ഇറക്കുന്നു, പാട്ട് ഇറക്കുന്നു, അങ്ങനെ കുറെ കലാപരിപാടികൾ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ KPCCക്ക് ദീപാദാസ് മുൻഷി മുഖേന രാഹുൽ ഗാന്ധി നിർദ്ദേശം കൊടുത്തിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളുടെ ആവശ്യമില്ല, ഇത് കർശനമായിട്ടും നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ ഒന്നും വില വെക്കാതെ ഇപ്പോഴും ഇതേ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലെക്സുകൾ പൊങ്ങുന്നു ഈ രീതിയിൽ. ഇപ്പം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ കടുപ്പിച്ചുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ വല്ലാതെ കഷ്ടമാണ്. കാര്യം എന്നും കുന്നും ഇതേ വാർത്തകൾ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പം ഈ വിഷയം ഇപ്പം എത്രയോ തവണ ചർച്ച ചെയ്ത് 2 ആഴ്ച കൊണ്ട് ചർച്ച ചെയ്യാണ്. ഇതൊരു അന്ത്യമില്ലാതെ നീണ്ടുപോകുന്ന ഒരു ചർച്ചയാണ് സത്യം പറഞ്ഞ. കാരണം ഇപ്പൊ ഈ ഹൈക്കമാൻഡ് അങ്ങനെ പറഞ്ഞു. ശരി, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിലെ ഒരു പ്രധാന കക്ഷിയാണ് അതിനകത്ത് ചർച്ചയ്ക്കായി നിൽക്കുന്നത്. അല്ല, ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട് കൊടുത്തത് ആരാണ്? KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് എന്താണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കാര്യം എന്നാണ് ഇവിടെ നിന്നുള്ള ആൾക്കാർ ചോദിച്ചു തുടങ്ങിയത്. ഇവിടുത്തെ പ്രവർത്തകർ, ഇപ്പൊ വി.ഡി. സതീശൻ ഫാൻസ് ഉണ്ട്, രമേശ് ചെന്നിത്തല ഫാൻസ് ഉണ്ട്. ജനനായകൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തല. അപ്പൊ എന്ന് വെച്ചാൽ ഡോക്യുമെന്ററി ഇറക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ പലപ്പോഴും ആലോചിച്ച കാര്യമാണ്. ഇങ്ങനെ ചിലതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു, ഇലക്ഷന് മുൻപ്. കാര്യം ഡോക്യുമെന്ററീസ് ഇറക്കാം, പോസ്റ്റർ പ്രചരണങ്ങൾ നടത്താം, ഫ്ലെക്സ് ബോർഡുകൾ വെക്കാം, കട്ടൗട്ടുകൾ വെക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പം രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് AI ജനറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്കൂൾ പഠന കാലഘട്ടം മുതൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് ഏകദേശം 6 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്തു. ആ ഡോക്യുമെന്ററി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉയർച്ചകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പദ്ധതികളും, അല്ലെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളും, ഓപ്പറേഷൻ കുബേര അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കന്മാരായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയവരുമായിട്ടുള്ള അടുപ്പം, മൻമോഹൻ സിംഗ് ഇവരുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള അടുപ്പം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ഡോക്യുമെന്ററി പോലെ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിറക്കിയിരിക്കുന്നത്. 6 മിനിറ്റിലധികം ദൈർഘ്യം വരും. അപ്പം ഇതെന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഇതിനൊക്കെ ഫണ്ട് എവിടുന്നാണ്? രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ എവിടുന്നാണ് ഇതിന് മാത്രം ഫണ്ട് ഇരിക്കുന്നത് ഇതൊക്കെ ചെയ്തെടുക്കാൻ? അല്ലെങ്കിൽ PR വർക്കുകൾ ഇനിയിപ്പോ എറണാകുളം DCCയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു V.D. സതീശനെതിരായിട്ട് രമേശ് ചെന്നിത്തല ജിയെ ഉയർത്തിക്കൊണ്ട് ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കിടന്നുകൊണ്ട് ഇമാതിരി നാണം കെട്ട നാടകം കളിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? സത്യത്തിൽ ഒറ്റ വാക്കി പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇൻ കേസ് വോട്ടുകൾ കൂടുതലായി അല്ലെങ്കിൽ ഒരു UDF ഭൂരിപക്ഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ആന്റി ഇൻകബൻസി എന്ന് പറയുന്ന, അതായത് ഭരണവിരുദ്ധ വികാരം ശരിക്കും ഇവിടെ കേരളത്തിലുണ്ടായി. മറ്റു പലരും പറയുന്ന പോലെ തന്നെ കേരളത്തിൽ ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. ആ കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിന്റെ ഭാഗമായി ഇവിടുത്തെ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കേരളത്തിൽ ഇവിടെ UDF വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു. അങ്ങനെ ഒരു 70-ലധികം അല്ലെങ്കിൽ 80-ലധികം 100ഓളം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ പറയുന്ന സ്വയം ഉളുപ്പില്ലാതെ ഇപ്പൊ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തക്കെതിരായിട്ട് രമേശ് ചെന്നിത്തല ഞാൻ അറിഞ്ഞില്ല, എന്താ പറയാ, അതിനകത്തൊരു അതൃപ്തി ഇത് പറഞ്ഞിരിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തൊരു നാണക്കേടാണ് സത്യത്തിൽ. ഈ വോട്ട് ചെയ്ത ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. UDF വോട്ട് ചെയ്തിട്ട് മാറിയിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ UDF വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. V.D. സതീശനാണെങ്കിൽ ജെൻസിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മോഡിഫിക്കേഷൻ അധികാരത്തിൽ വന്നാൽ മോഡിഫിക്കേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. എങ്ങനെയാണ് V.D. സതീശൻ അങ്ങനെ കൃത്യമായി മോഡിഫിക്കേഷനെ മാറ്റാൻ പറ്റുന്നത്? ഈ നിയമം കോടതി വഴി വന്നൊരു നിയമമാണ്. ഇത് കേന്ദ്ര മോട്ടോർ വാഹന നിയമമാണ്. അതിലെങ്ങനെയാണ് V.D. സതീശൻ ഒരാൾ വിചാരിച്ച മാറ്റം വരുത്താൻ സാധിക്കുക? അതൊന്നും പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് അല്ല. ഇപ്പം പറയുന്ന KSRTCയിൽ സൗജന്യ യാത്ര അതിനിപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാ പറയുന്നത്, അങ്ങനെ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച്. അതായത് അങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ല, അത് കൂടുതൽ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്? ജനങ്ങൾക്ക് എന്തിനാണ് വാഗ്ദാനം നൽകിയത്? അപ്പൊ ആ വാഗ്ദാനം കൊടുക്കാതിരുന്ന പോരായിരുന്നോ? പിന്നെ എന്തിനാണ് വെറുതെ ജനങ്ങളെ പറ്റിക്കുന്നത്?
അപ്പോൾ ജനങ്ങളെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കുറെ ഗിമിക്കുകൾ നമ്മുടെ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടി. അതിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇപ്പോ നോക്കിക്കോളൂ, ഇനിയിപ്പം അടുത്ത അവകാശം പറഞ്ഞുകൊണ്ട് അടുത്ത ടീമുകൾ വരും. അവർ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ മാറി നിൽക്കുന്ന പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടിയായിരിക്കും UDF അധികാരത്തിൽ വരുന്നത്. അപ്പൊ ലീഗ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ലീഗിന് നൽകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിൽ നിക്ഷിപ്തമാണ്. അവര് ഒരുപക്ഷെ കൂടുതൽ മന്ത്രിമാരെ ചോദിക്കും. 27 സീറ്റിൽ മത്സരിച്ച് 20 പേരുമായിട്ടായിരിക്കും അവർ എത്തുന്നത്. 7 എണ്ണം അവർ വേണ്ട, 20ഓളം സീറ്റുകൾ ഞങ്ങൾക്ക് ഉറപ്പായി ലഭിക്കുമെന്ന് ലീഗ് പറഞ്ഞാൽ അത് ലഭിക്കുന്ന സീറ്റുകളാണ്. ആ 20 സീറ്റുകളുമായി നിയമസഭയിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് 5 മന്ത്രിമാര് മതിയോ? ബാക്കി 15 പേരെന്ത് ചെയ്യും? പോട്ടെ, 5 പേരിൽ ഈ 5 സീറ്റ് എന്നുള്ളതിൽ 1/3 എന്ന് വേണേ പറയാം. ഇനി അത് പോരാ എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചു, 6ഓ 7ഓ സീറ്റ് അവർ ചോദിച്ചാൽ അത് കൊടുക്കാൻ എന്ത് ബാധ്യസ്ഥരാണ് ഈ പറയുന്ന പിന്നെ കോൺഗ്രസ്സുകാര്? ഇനി അതല്ല, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി 40 വർഷമായി കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ട്. ആ ഉപമുഖ്യമന്ത്രി എന്ന് പറയാൻ എനിക്ക് CH കണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ. അപ്പം അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രിയെ കേരളത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ലീഗിന് നൽകാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ്. കൊടുത്തേ പറ്റൂ, അവർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ. ഇനി MSFന്റെ രീതി എന്താ? MSF പറയാൻ ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യം MSF ഉയർത്തിയിട്ടുണ്ട്, സമസ്തയിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഒരു വലിയ വടംവലിക്ക് എവിടെയോ ഒരു കോപ്പ് കൂട്ടൽ നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഇനി ഹൈക്കമാൻഡ് ഇടപെട്ടു എന്ന് പറയുന്നു, ദീപാദാസ് മുൻഷി വഴി ഹൈക്കമാൻഡ് ഇടപെടുന്നു. എന്ത് ഹൈക്കമാൻഡാണ്? കേരളത്തിലെ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും നിലയ്ക്ക് നിർത്താൻ പറ്റിയ എന്ത് ഹൈക്കമാൻഡാണ് അങ്ങ് കേന്ദ്രത്തിലുള്ളത്? ഇവിടെ വന്നിരുന്നുകൊണ്ട് ദീപാദാസ് മുൻഷി പ്രസംഗിച്ചത് മനസ്സിലായല്ലോ. അതുകൊണ്ടല്ലേ ഇവർ ഇപ്പോഴും ഇങ്ങനെ ദീപാദാസ് മുൻഷി പ്രസംഗിച്ചാലും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതും ഇവിടുത്തെ KC വേണുഗോപാൽ എഴുതി കൊടുക്കുന്ന പ്രസംഗമാ. അപ്പൊ പിന്നെ എന്ത് ഹൈക്കമാൻഡ്? അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അത്ര വിലയുള്ള ഒരു സാധനമായിരുന്നെങ്കിൽ ഇവിടെ ഈ അടി നടക്കത്തില്ലല്ലോ. ഇത് പറഞ്ഞ പോലെ അടി നടക്കത്തില്ല. ഹൈക്കമാൻഡിനെ പേടിച്ച് ചുരുണ്ട് എവിടെയെങ്കിലും മാറിയിരിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും നമ്മൾ യൂട്യൂബ് എടുത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തോ നോക്കിയോളൂ, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയോളൂ, അതിനകത്തെല്ലാം വളരെ കൃത്യമായി ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, പിന്നെ ഓരോരുത്തരുടെയും പോസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം പരിശോധിച്ചാൽ മതി. രമേശ് ചെന്നിത്തലയുടെ താഴെ വരുന്ന കമന്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് VD സതീശൻ ഗ്രൂപ്പ് ചെയ്യുന്നതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ ഇത് KC വേണുഗോപാലിന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ ആളുകൾ ചെയ്യുന്നതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണ്, അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാർക്ക് ഈ ചങ്ങലയ്ക്ക് എന്താ പറയാ, മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ചങ്ങലക്കിടാം. ഇവർ ഭ്രാന്ത് പിടിക്കും ചങ്ങലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അതാ അവസ്ഥ. ഇതിനകത്തുള്ള ഏറ്റവും പ്രമുഖരായ ഇപ്പം സണ്ണി ജോസഫ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ ചർച്ചയെ പങ്കാളിയായേ പറ്റൂ. കാര്യം പേരാവൂരിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ സണ്ണി വക്കീൽ മന്ത്രിയാ. അപ്പൊ അവിടെ വകുപ്പ് വിഭജനം വരേണ്ടി വരും. ഇതിനകത്ത് അല്പം മര്യാദയോട് നിൽക്കുന്ന ഒരാൾ K മുരളീധരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പതുക്കെ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് തന്നെയൊക്കെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലെങ്കിൽ എന്താ കോൺഗ്രസിൽ ആവശ്യം പോലെ വെടിക്കെട്ടുണ്ടല്ലോ എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസിനെ തന്നെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം നിൽക്കുക. പക്ഷെ അദ്ദേഹത്തിന് ഒരു വകുപ്പുണ്ട്. അദ്ദേഹം വിജയിച്ച് പിന്നെ UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കും. അക്കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ പലരും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയും ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്ന് വിലയില്ലാത്തൊരു വസ്തുവാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണെന്നേ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആണെന്ന്. ഞാൻ പണ്ട് കോണ്ടാമരത്തിൽ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കഥ പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഇല്ല ആക്ച്വലി. പക്ഷെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് സാധാരണക്കാരായ പ്രവർത്തകരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ്. KC വേണുഗോപാലിന് ഹൈക്കമാൻഡിന് വിലയുണ്ടോ? ഇല്ല. VD സതീശന് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ വിലയുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രാദേശിക PCCയിൽ പെട്ട നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ വിലയുണ്ടോ? ഇല്ല. ആർക്കും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം അറിയത്തുമില്ല. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സംവിധാനം, ഇപ്പൊ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. AICC എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. AICC അതിന് പിന്നെ AICC ജനറൽ സെക്രട്ടറിമാർ 100 പേരുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ ആകെപ്പാടുള്ള മല്ലികാർജുന ഖാർഗെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അവിടെ. അതാണോ ഹൈക്കമാൻഡ്? അതൊന്നുമല്ല ഹൈക്കമാൻഡ്. അപ്പൊ അധ്യക്ഷന് വിലയൊന്നുമില്ലേ? അല്ല, വിലയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ പുള്ളി പറയുന്ന അനുസരിക്കത്തില്ല? മല്ലികാർജുന ഖാർഗെ പറയുന്ന അനുസരിച്ചിട്ടാണോ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്? അല്ല. രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടിട്ടാണ് മല്ലികാർജുന ഖാർഗെ പ്രവർത്തിക്കുന്നത്. KC വേണുഗോപാൽ പറയുന്നത് കേട്ടിട്ടാണ് മല്ലികാർജുന ഖാർഗെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് എവിടെയാണ് ഇതിന്റെ പവർ ഓഫ് കൺട്രോൾ എന്ന് മാത്രം അറിയില്ല.
ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു പവർ പോയിന്റ് എവിടെയാ, ഒരു സെന്റർ ഓഫ് പോയിന്റ് ഉണ്ടല്ലോ, ആ സെന്റർ പോയിന്റ് എവിടെയാന്ന് ആർക്കും അറിയത്തില്ല. കോൺഗ്രസിലുള്ള ദീപദാസ് മുൻഷിയാണോ? അല്ല. ഇനിയും DK ശിവകുമാറാണോ? അതുമല്ല. ഇനിയും KC വേണുഗോപാലാണോ? അതുമല്ല. KC വേണുഗോപാൽ ആയിരുന്നു ഈ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കൺട്രോളിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ബാക്കിയുള്ളവർ കയറി KC തന്തയ്ക്ക് വിളിക്കത്തില്ല. അത് വേറൊരു കാര്യം. അപ്പൊ അതുമല്ല. അപ്പൊ പിന്നെ ഏതാ, ആരാണ് ഈ ഹൈക്കമാൻഡ്? അങ്ങനെ ഒരു സംശയം ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുണ്ട്. അപ്പം വരുന്ന നടപടി വരട്ടെ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ KPCC അല്ലേ നടപടി എടുക്കേണ്ടത്? KPCC ആരാ? സണ്ണി വക്കീല. സണ്ണി വക്കീൽ ഈ ചർച്ചയ്ക്കകത്ത് ഒളിഞ്ഞും തെളിഞ്ഞുണ്ട്. അപ്പൊ ഈ സണ്ണി ജോസഫിന്റെ സമയം എടുത്തോളം VD സതീശനോട് മിണ്ടാരി VD സതീശ എന്ന് പറയാൻ പറ്റുമോ? ഈ ഓടാ എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രമേശ് ചെന്നിത്തലയോട് പറയാൻ പറ്റുമോ? ചെന്നിത്തലാജി മിണ്ടരുത് നീ ഇവിടെ എന്ന് ചെന്നിത്തലയും പറയും. KCയോട് പറയാൻ പറ്റുമോ? ഇല്ല. KC AICC സെക്രട്ടറിയാ, KCയോടും പറയാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന പാവം പിടി സണ്ണി വക്കീൽ എന്ത് ചെയ്യും? സണ്ണി വക്കീലിന് ഒന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ. അങ്ങ് പാവപ്പെട്ട മനുഷ്യൻ സത്യം പറഞ്ഞ KPCCയുടെ അധ്യക്ഷൻ വെറുതെ ഒരു ബോർഡ് വെച്ച് അവിടെ അതിന്റെ പുറകെ മാത്രം ഒരു കസേര ഇട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു വിലയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കാൻ പ്രാപ്തരായിട്ടില്ല. ഹൈക്കമാൻഡും ഇല്ല, KPCC ഇല്ല. ഈ KPCCയെക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ കിടന്ന് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ എടുക്കുക ചെന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? സണ്ണി വക്കീലിൽ എന്നിട്ട് സുധാകരേട്ടാ മിണ്ടരെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പോയി പണി നോക്കടാ പോയെന്ന് പറയും. ഈ പറയുന്ന സണ്ണി വക്കീലിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത നേതാക്കന്മാരെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ താങ്ങി നിന്നാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അല്ലാതെ അവരോട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സണ്ണി വക്കീൽ VD സതീശനോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ഇവരോടല്ല ഞാൻ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കുകയുള്ളൂ. അതും പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശരിക്കും ഈ കോൺഗ്രസിന്റെ ഒരു നയപരിപാടിയെ കാണേണ്ടത്. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്ന, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി ഇവർ അധികാരത്തിൽ വരും എന്ന് കരുതിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർക്കാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഈ അടി കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? ഇനി അടുത്ത ചർച്ച വരുമ്പോൾ ഓരോ ചർച്ച കഴിയുന്ന ഇപ്പം ജയിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം. കാര്യം ജയിച്ചു കഴിഞ്ഞാൽ അടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ മനസ്സ് വിചാരിച്ചത് ജയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് വലിയ അടി കാണേണ്ടി വരും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ അടിയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുമ്പോൾ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു അടിയുടെ ലെവലൊക്കെ പോകും. ഇനി ഇതുവരെ കളത്തിലില്ലായിരിക്കുന്ന മുസ്ലിം ലീഗ് കൂടി അടിക്കാത്തേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ കേരളത്തിൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സാദിഖ് അലി തങ്ങൾ കുറച്ചുകൂടെ മാന്യനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഈ ലീഗിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രഷർ ഉണ്ടായില്ലെങ്കിലും ഒരു പ്രഷർ ഉണ്ടാകും. MSF അതിനകത്ത് അടങ്ങിയിരിക്കില്ല. ഈ പറയുന്ന പോലെ സമസ്ത ഒരു വിഭാഗം അവരടങ്ങിയിരിക്കില്ല. എല്ലാവരും അതിനകത്ത് ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.